ഹലോ ഫ്രണ്ട്സ്, ആർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊടിയെണ്ണയിലയിൽ അട ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ അരിപ്പൊടി കൊണ്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പൊടി എടുക്കുകയാണ് ഒരു പാത്രത്തിലോട്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. ആ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതാ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ശർക്കര ഇട്ട് കൊടുക്കുകയാണേ. അതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3-4 ഏലക്കായ കുത്തിയെടുത്തിട്ട് അതിലിട്ട് കൊടുക്കാനായിട്ട് പോവാട്ടോ. ചതച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ മാവൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ശർക്കരയിലോട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണേ. അപ്പോൾ തേങ്ങ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളി കേട്ടോ കഴിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്താൽ അധികം കളറില്ലാത്ത ശർക്കര കേട്ടോ. ഇപ്പം നമ്മൾ പൊടിയെണ്ണീൻ്റെ ഇലയിലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ലൊരു സ്മെല്ലാട്ടോ അതിൽ നമ്മൾ അട ചുട്ടെടുത്താൽ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇലയിൽ ഇങ്ങനെ തേച്ചെടുത്തിട്ട് പരത്താനായിട്ട് പോവട്ടോ. അപ്പം ഇതിങ്ങനെ ഓരോരോ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കുകയാണ്. ഈ രീതിയിൽ പരത്തിയെടുക്കട്ടോ. നമുക്ക് തേങ്ങേൻ്റെ ശർക്കരേൻ്റെ ആ ഫില്ലിംഗ് ഒന്ന് ഈ പത്തിരിയിലോട്ട് വെച്ചെടുക്കട്ടോ. ഇതുപോലെ ഒരു സൈഡിലായിട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ട് മറുവശം അങ്ങോട്ട് മടക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ആവി കയറ്റി എടുക്കല്ല കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ 2 വീതം അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. അടിഭാഗം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ചെടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ.
അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. വെന്തയടയെല്ലാം ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്ന് പൊളിച്ച് കാണിച്ചു തരാണ്. നല്ല സ്മെല്ലാട്ടോ. ഈ ഇലയിൽ ചുട്ട കാരണം നല്ല അടിപൊളിയായിട്ടാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ശർക്കരയ്ക്ക് കളറ് കുറവായതുകൊണ്ട് കേട്ടോ പൊളിച്ചിട്ടും ആ കളറ് നല്ല ഡാർക്ക് കളറ് ശർക്കരയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.